കല്യാണത്തിന് മുമ്പ് അറിയിക്കാൻ പറ്റിയില്ല. എന്റെ കല്യാണം കഴിഞ്ഞു, ഒന്ന് അനുഗ്രഹിക്കണം. എന്തിന്റെ കേടായത് എനിക്ക് ഇവരെ വിളിക്കാൻ. സോ ഗുഡ്. ഒരു ബൂസ്റ്റില് ബോൺവിറ്റ കലക്കി ഒരു ഹോർലിക്സ് എടുത്താലോ? എനിക്ക് കാണിച്ചു തന്നതും കാണിച്ചു തരാമെന്ന് പ്രോമിസ് ചെയ്തതും ഒക്കെ പാച്ചാണ്. സോ എനിക്ക് നീ ഇല്ലാതെ ഇനി ഒരു ജീവിതമേ ഇല്ല. അത് ഞാൻ നിനക്ക് കാണിച്ചു തരാടി എന്ന് പറഞ്ഞത്, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ആൾക്കാരെ പെട്ടെന്ന് വിശ്വസിച്ചു പോകുന്നു, അതാണ് എന്റെ പ്രശ്നം. ഇവള് പറയും കാണാൻ ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും തരികിടെ ആയിരിക്കും. ഞാൻ കേൾക്കണായിരിക്കടി. ഇഷ്ടമില്ലാത്തല്ലേ ചോദിച്ചേ? കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആൾക്കാരാണ്. ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, DQനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാറുണ്ടോ എന്നുള്ളൊരു സാധനം വരണം. പുള്ളിന്റെ ആ ഒരു ബോഡി ട്യൂപ്പായിട്ടൊക്കെ 1-2 സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പൊട്ട് തൊട്ടില്ല, അതിനും ഒരുപാട് ആൾക്കാർ കണ്ട അവള് പൊട്ട് തൊട്ടില്ല, അവള് മതം മാറി. ആ പുള്ളിക്കാരത്തി അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടെങ്കിൽ അത് ഇവള് മാറി, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ മാറി. ഇപ്പൊ നാളെ അവൾക്ക് പറത്തിടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേണ്ടാന്നും ഞാൻ പറയില്ല, നിർബന്ധിക്കൂല്ലോ. അവളൊന്ന് ഇട്ടിട്ട് നോക്കിക്കോട്ടെ, അവളിന് ഇടാതിരുന്നോട്ടെ, രണ്ടും അവളുടെ ഇഷ്ടമാണ്. ഞാൻ എല്ലാം അയച്ചിട്ട് നടക്കാനെന്നല്ലല്ലോ പറയുന്നേ, നല്ല കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും, ഇനി ആകാശം ഇടിഞ്ഞു വീണാലും, ഇനി നീ ഇല്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. വിഴിമൂടിയോസിത്താലങ്കയും വந்தாய் മുന്നേ മുന്നേ, തനിയാകെ പേസിടും സന്തോഷം തന്ന പെണ്ണെ പെണ്ണെ, അടി ഇതുപോൽ മഴക്കാലം എൻ വാഴ്വിൽ വരുമാ, മഴക്കിളിയേ മഴക്കിളിയേ ഉൻ കണ്ണെ കണ്ടേനേ, വിഴിവഴിയേ വിഴിവഴിയേ ഞാൻ എന്നെ കണ്ടേനേ സെന്തേനേ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നിങ്ങൾ രണ്ടുപേരും ആദ്യം കണ്ട ദിവസം മേഘ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എന്തിനെ കുറിച്ചായിരുന്നു? കണ്ട ദിവസമല്ല, പക്ഷെ ഞങ്ങൾ ആക്ച്വലി ടോക്ക് തുടങ്ങിയപ്പോ എന്താ ഓർമ്മയില്ലേ? എന്നെ ഓർമ്മയില്ല, അപ്പോഴാണ് പോവാൻ പോകുന്നത്. എനിക്ക് എന്നെ ഓർമ്മയുണ്ടോ? നമ്മൾ സംസാരിച്ച ഓർമ്മയുണ്ടോ? അതൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ നിന്റെ സംസാരത്തിന്റെ ആ ഒരു എൻജോയ് ചെയ്യുമ്പോ ടോപ്പിക് മറന്നുപോയി. സിഗ്മ ഇല്ലായിരുന്നു നീ അപ്പോ? സിഗ്മ എൻജോയ് ചെയ്യൂല, നീ അല്ല പറഞ്ഞ സിഗ്മ എല്ലാം ചെയ്യൂല. മറ്റേ നോൺ വെജ് ആരോ മുട്ടൊക്കെ കഴിക്കൂല, അതുപോലെ. അല്ല സോറി, വെജിറ്റേറിയൻ ആരോ മുട്ടൊക്കെ കഴിക്കൂല ചില ആൾക്കാർ, അതുപോലെ. അല്ല സോറി, ആരെങ്കിലും കാണുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു ടോപ്പിക്കും കിട്ടുന്നില്ല എനിക്ക്. അമ്പലത്തില് കല്യാണ സീക്വൻസ്, അമ്പലം, എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അയ്യോ പാസ്, എനിക്ക് ഒരു സാധനം. അപ്പൊ പണിഷ്മെന്റ് കൊടുക്കാം, നമുക്ക് പ്രശ്നമില്ല. എന്തായിരുന്നു സംസാരിച്ചത്? ക്രിക്കറ്റ്. ഓ ക്രിക്കറ്റ് മറന്നുപോയി. എന്നെ ഓർമ്മയില്ല, പിന്നെയല്ലേ എന്നെ തന്നെ ഓർമ്മയില്ല എന്നൊക്കെ. ഓക്കെ, അപ്പൊ പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് എവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മറന്നു എടുക്കട്ടോ. ഉറക്കത്തിൽ എഴുതിയോണ്ട് മറന്നു. പണിഷ്മെന്റ് ഗൂഗിൾ ഡൗൺലോഡ് ചെയ്തിരുന്നു. അല്ല, എന്തെങ്കിലും വർക്ക് ചെയ്തൂടെ? ഇത് എഴുതി വെക്കേണ്ട, മറന്നുപോലെ. എന്തോരം ഇപ്പൊ എത്ര നേരമായി, എത്ര നേരം നമ്മൾ സംസാരിക്കുന്നത്. ശരിയാണ്, 1 മണിക്കൂർ തുടങ്ങിയതാട്ടോ. തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? എന്റെ ബ്രെയിൻ എത്ര അത് ശരിയാണ്, ഇല്ലാത്ത സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് ഞാൻ പറയുന്നത് ഇല്ലാത്ത സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, പാവാണ്, സമ്മതിച്ചു. സത്യങ്ങളൊന്നും വിളിച്ച് പറയല്ലേ, പാവ ഹേർട്ടോ. Made for each other. എന്താ പറഞ്ഞത്? ഈ കുട്ടി പാവാണ്, ഈ കുട്ടി അത്ര പാവൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് സത്യം പറയുള്ളൂ. ഞാനിവിടുന്ന് പോട്ടെ ഏട്ടാ, ഞാൻ ആരാ? അല്ലെങ്കിൽ ഞാൻ മറ്റേ യൂണിവേഴ്സിറ്റി കയറും. അതെ, ബേസിൽ.
അയ്യോ അത് നീണ്ട് നീണ്ട് അങ്ങ് ബോളിവുഡ് വരെ എത്തിയിട്ടുണ്ടത്. ഓക്കെ, അടുത്തത് പണിഷ്മെന്റ് ആണ്. കല്യാണ വാർത്ത നേരിട്ടോ ഫോണിലൂടെയോ അറിയിക്കാൻ വിട്ടുപോയ ഒരു ഫ്രണ്ടിനെ ലൈവായി വിളിച്ച് അനുഗ്രഹം തേടുക. ആരെ വിളിക്കും? വിളിക്കണ്ടവൻ ദുബൈയിലുള്ള അല്ല അവനെ അറിയിച്ചല്ലോ. സെലിബ്രിറ്റി ആരെങ്കിലും എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, ഞാനൊരു ചെറിയൊരു തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. രാഹുൽ അച്ഛൻ. രാഹുൽ ഏട്ടൻ ഇല്ലേ? അല്ല, അത് ഇപ്പം അറിഞ്ഞു കഴിഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഇതില്. പക്ഷെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞില്ല. പക്ഷെ അവരെന്തായാലും ഓഫ് കോഴ്സ് അറിഞ്ഞിട്ടുണ്ടാവും. വിളിച്ചാ മതി. തനുവാമ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞ് ഒപ്പിക്കാം. ഹലോ ഹലോ മോനെ തനു, പറയണം മുത്തേ. എനിക്ക് കല്യാണത്തിന് മുമ്പ് അറിയിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞുകൊണ്ടെന്ന് ഒഫീഷ്യലായിട്ട് പറയാണ്, എന്റെ കല്യാണം കഴിഞ്ഞു, ഒന്ന് അനുഗ്രഹിക്കണം. പോയിക്കോ, നീ വിളിക്കണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാം. ടാറ്റാ, ബൈ ബൈ. ഓക്കെടാ. ഈ തെറിയിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഇത് കട്ട് ചെയ്യരുത്, കട്ട് ചെയ്യരുത്, കട്ട് ചെയ്യരുത്. പക്ഷെ ബീപ്പ് ചെയ്യണോ? ഇല്ല ഇല്ല ഇല്ല. എന്തിന്റെ കേടായത് എനിക്ക് ഇവരെ വിളിക്കാൻ? സന്തോഷായില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷായി. ചേച്ചിക്ക് സന്തോഷായില്ലേ? സന്തോഷായി. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇതുപോലെ വെറൈറ്റി പണിഷ്മെന്റ്സ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. എക്സൈറ്റഡ് അല്ലേ നിങ്ങൾ? വേർക്കുന്നുണ്ടോ? അവന്റെ തെറിവിളിയിലാണോ വല്ലാണ്ട് അങ്ങ് വേർത്ത് പോയി. നല്ല ചക്കനായിരുന്നു, എന്ത് പറ്റിയെന്നായി. വഷളായി, അവനൊന്ന് കാണണം. ഫോട്ടോ താഴെ വെക്കാനോ? തനു എന്റെ കൂടെ സീരിയൽ ഇത് തന്നെ. ഇപ്പൊ അകലെ എന്ന് പറഞ്ഞിട്ടുള്ള സീ കേരളത്തിലെ ഹീറോ തനുജ്. അതെ അതെ അതെ, ഡോണ്ട് വറി, ബാക്കി നമ്മൾ ഏറ്റു. വെച്ചോ, അവന്റെ അഡ്രസ് അടക്കം വെക്കണം, അവൻ അങ്ങനെ തന്നെ വേണം. മേഘയെ ഏത് വേഷത്തിൽ കാണാനാണ് സൽമാൻ ഇഷ്ടം? ഏത് കഴിഞ്ഞോ? ഓക്കെ, കണ്ടേ. കുളിച്ച തലയിൽ ടവൽ കെട്ടി ഇൻ സാരി, ലോങ് ഗൗൺ ടൈപ്പ് ഡ്രസ്. അതെനിക്ക് ഇഷ്ടമില്ലടാ. രണ്ടും എന്റെ ഫേവറേറ്റ് ആണ്. കുളിച്ച് വരുമ്പോ കാണാനാണോ ഏറ്റവും ഇഷ്ടം? അല്ല, തലയിൽ കെട്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. സീഡിലെ ടൈമില് നമ്മൾ ബാക്കിൽ ഇങ്ങനെ തോർത്ത് വെച്ച് കെട്ടില്ല, അപ്പൊ അങ്ങനത്തെ സീനൊക്കെ വരുമ്പം പറയാതെ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, പക്ഷെ പണിഷ്മെന്റ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പണിഷ്മെന്റ് ഉണ്ട്, അതിനൊരു മാത്രമല്ല. ഓ, ഇതൊരു ആക്ടിങ് സെഗ്മെന്റ് ആണ്, അടിപൊളി ആക്ടിങ് ആണ്. എന്താണെന്നറിയോ? നീ ഇല്ലാതെ ഇനി എനിക്ക് ജീവിതമില്ല, കംപ്ലീറ്റ് ദ സ്ക്രിപ്റ്റ്. ഇത്ര ഞാൻ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്, ബാക്കി കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇടാം. മീൻസ് കുറച്ച് ഡയലോഗ് ചേർത്ത് പറയണോ? ആരാ പറയണ്ടേ? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. നീ സ്റ്റാർട്ട് ചെയ്തോ. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല, അതിനി എന്ത് സംഭവിച്ചാലും ശരി, അതങ്ങനെ തന്നെയാണ്. ഇങ്ങനെ രണ്ട് വാക്കിലൊന്നും പറഞ്ഞതാക്കണം, കുറച്ച് ഉള്ളിന്ന് വരട്ടെ. എന്താണ് ഉള്ളി വരാ? ഉള്ളിയല്ല, പറ. പറയണ ഞാൻ പറ. സോറി, എന്തായാലും സ്റ്റാർട്ടിങ്. നീ ഇല്ലാതെ ഇനി എനിക്കൊരു ജീവിതമില്ല. ഇത്രയും കാലം ഒറ്റക്ക് ജീവിച്ചു, ഒറ്റക്ക് ജീവിക്കാൻ തീരുമാനിച്ചു ഞാൻ. നീ ലൈഫിൽ വന്നതിന് ശേഷമാണ് ആ ചിന്തകളൊക്കെ മാറി തുടങ്ങിയത്. സോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും, ഇനി ആകാശം ഇടിഞ്ഞു വീണാലും, ഇനി നീ ഇല്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്കും അതേപോലെയൊക്കെ തന്നെയാണ്. ലൈഫ് തീർന്നു, ഇറ്റ്സ് എ ഹെൽ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ എനിക്കൊരു പീസ് ആയിട്ടും എൻ്റെ ഹാപ്പിനെസ് ആയിട്ടും എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്നും പറഞ്ഞ് മനസ്സിലാക്കി തന്നതും എനിക്ക് കാണിച്ചു തന്നതും കാണിച്ചു തരാമെന്ന് പ്രോമിസ് ചെയ്തതും ഒക്കെ പാച്ചാണ്. സോ എനിക്ക് നീ ഇല്ലാതെ ഇനി ഒരു ജീവിതമേ ഇല്ല. അത് ഞാൻ നിനക്ക് കാണിച്ചു തരാടി എന്ന് പറഞ്ഞത്, അതാണ് നീ ഉദ്ദേശിച്ചത്? ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സീരിയസ് ആയി പോയോ എന്നൊരു സംശയം. മേഘ പറയുമ്പോൾ ഭയങ്കര എന്താ പറയാ, ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടായിരുന്നു പറയുന്നത്. ഞാൻ സത്യങ്ങൾ പറഞ്ഞു.
ഓ അടിപൊളി അടിപൊളി. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവളോട് പറയാം, എനിക്ക് ഞാൻ കാണിച്ചു തരാടി, അത് ഈ കാണിച്ചു തരാൻ ഇങ്ങനെയാണ് ഇവളെ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞത്. ഓക്കെ, അടുത്തത്. മേഘയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഐസ്ക്രീം ഫ്ലേവർ ഏതാണ്? സ്ട്രോബെറി ബട്ടർ സ്കോച്ച്. ബട്ടർസ്കോച്ച് ഇത് ഇഷ്ടമില്ലാത്തതല്ലേ? ഇഷ്ടമില്ലാത്തല്ലേ ചോദിച്ചേ? സോ സാഡ്. ചോദ്യം തെറ്റി. ഞാൻ ചോദിച്ചെന്താണ് ഏറ്റവും ഫേവറേറ്റ്? അതെ, അതിൽ എഴുതിയത് അങ്ങനെയാണെങ്കിൽ വായിക്കേണ്ട അങ്ങനെയല്ല, ഇഷ്ടമില്ലാത്തതാണ്. സത്യം പറയട്ടെ, എന്റെ കയ്യിലുള്ള പണിഷ്മെന്റ് തീർന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ സ്പോട്ട് ആയിട്ട് തരാം. ഓ യാ സോറി, ഇഷ്ടമല്ല സ്ട്രോബെറി. ബട്ടർസ്കോച്ച് ഞാൻ തന്നെയാണ് വാങ്ങിക്കൊടുക്കാറ്, എന്നിട്ട് So sad. സാരില്ല സാരില്ല, ഇനി സമയമുണ്ടല്ലോ, 3 ദിവസമായിട്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ അറിഞ്ഞോണ്ട് തെറ്റിച്ചത്. അതെ അതെ, കണ്ണ് വരണ്ടെന്ന് വിചാരിച്ചു, നീ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ ഈ പണിഷ്മെന്റിന്റെ പേരാണ് റൊമാൻസ് എവർ ആൻഡ് എവർ. അപ്പൊ ഞാനാണെങ്കിൽ എന്തായാലും കുറച്ച് വാക്കുകൾ പറയും. ആ വാക്കുകളിൽ നിങ്ങൾക്ക് ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റൊമാൻറ്റിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ത് ഇതാണെന്ന് പറയണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് സോങ് 1 2 3. വിഴിമൂടി. അങ്ങനെ അറിയായിരുന്നു? കാരണം ഞങ്ങളുടെ ഫേവറേറ്റ് സോങ് ആണ്, ഫേവറേറ്റ് മൊമെന്റ്സ് ഒക്കെ ഉള്ള ഫേവറേറ്റ് സോങ് ആണ്. ഓക്കെ, അടുത്തത് ബുക്ക് 1 2 3. ബാലരമ. അതേ അറിയുള്ളൂ എനിക്ക്. നശിപ്പിച്ച് വേറെ ബുക്കിനെ കുറിച്ച് എന്താ പറയാ? ഓക്കെ, നമ്മുടെ ബാക്കി അടുത്ത എഫോർട്ട് എടുത്തോട്ടോ. അടുത്തത് ഇത് എക്സാം ടെസ്റ്റ് പേപ്പർ എഴുതിപ്പിക്കണ പോലെ ഉണ്ട് ഇപ്പൊ. ആന്ന് ഇത് പേടിച്ചാണ് സ്കൂളിൽ പോകാത്തത്, അപ്പോഴേക്കും ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കണം. ഓക്കെ, സൽമാന് ദേഷ്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്. ഇംഗ്ലീഷ് വാക്ക് ഇതാ ഒന്നല്ല, ഇത് രണ്ടിൽ അതിനൊന്നും അധികം വരാറ്. ഒരു മാച്ചും ഇല്ല. വാട്ട് ദ ഹെൽ, ഡാം, ഉഫ്. നിങ്ങൾ സംസാരിക്കാറില്ലേ അപ്പോ? ഞങ്ങള് മലയാളത്തിലാണ് സംസാരിക്കാറ്. മാതൃഭാഷ അല്ലെങ്കിൽ രാഷ്ട്രഭാഷ. ഓക്കെ, അപ്പൊ അടുത്ത പണിഷ്മെന്റ് എന്ന് വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന സൽമാനാണ്. അപ്പൊ സൽമാൻ ഒരു പാട്ട് പാടാം. ഒരു പാട്ട്. ഹാപ്പിനെസ് ഉണ്ടോ? അടുത്ത ആളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കണം. അത് വേണ്ട, ഇതെന്താ പണിഷ്മെന്റ് ആണ്, അപ്പൊ തെറ്റിക്കരുത്. ഓക്കെ, ഓക്കെ. വിഴിമൂടിയോ സിതാലങ്കയും വந்தாய் മുന്നേ മുന്നേ തനിയാകെ പേസിടും സന്തോഷം തന്ന പെണ്ണെ പെണ്ണെ അടി ഇതുപോൽ മഴക്കാലം എൻ വാഴ്വിൽ വരുമാ മഴക്കിളിയേ മഴക്കിളിയേ ഉൻ കണ്ണെ കണ്ടേനേ വിഴിവഴിയേ വിഴിവഴിയേ ഞാൻ എന്നെ കണ്ടേനേ സെന്തേനേ. അടിപൊളി അടിപൊളി അടിപൊളി. മൾട്ടി ടാലന്റഡ് ആണ് അല്ലേ? അതെ അതെ, ഓക്കേ. ആണോ? മേഘ പാടുവോ? മേഘ പാടൂല. പാടൂലേ? കേൾക്കാറേ ഉള്ളൂ. അല്ല, നമുക്ക് ആ ഒരു കഴിവും കൂടെ നമുക്ക് പുറത്ത് കൊണ്ടുവരാം അടുത്ത മനുഷ്യൻ. ഓക്കെ, അടുത്ത് സൽമാന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു യൂത്ത് ഐക്കൺ ഇൻ മലയാളം സിനിമ. Oh, the same. Same but different. DQ. എന്താ ദുൽഖറിനെ ഇഷ്ടപ്പെടാൻ ഇത്രയും കാരണം? ആക്ച്വലി ഐ ലവ് മമ്മൂക്ക. ആ ലെഗസി അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് പുള്ളിൻ്റെ അടുത്തൊരു ഇഷ്ടം വന്നു DQവിൻ്റെ അടുത്ത്. പിന്നെ ഐ ലവ് ഈവൻ ദോ പുള്ളി മമ്മൂക്കാൻ്റെ മകനായിട്ടാണ് വന്നതെങ്കിൽ പോലും സെൽഫായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റൈൽ, ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സ്വാഗ്,
ഭയങ്കര രസമാണ് കാണാൻ. എവറിത്തിങ്, ദ വേ ഓഫ് ഡ്രസ്സിങ് ആണെങ്കിലും ഫാഷൻ സെൻസ് ആണെങ്കിലും എന്താ പറയാ, പുള്ളിൻ്റെതായിട്ടുള്ള ഒരു പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോന്ന് വെച്ചാൽ, ടു ബി ഫ്രാങ്ക്, ഫീൽഡിൽ വരുന്നതിന്റെ മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് ഇപ്പോഴും ഇഷ്ടമാണ്, അല്ല അങ്ങനല്ല, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ ആ കമ്പാരിസൺ വരുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭയങ്കര കമ്പാരിസൺ വരാറുണ്ട്, എനിക്ക് കിട്ടാറുണ്ട് അങ്ങനത്തെ ഒരു കോംപ്ലിമെന്റ്. അത് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണെങ്കിലും പ്രൊഫഷണലി എനിക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ അങ്ങനെ ആയിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു സാധനം വരാറുണ്ട്. പിന്നെ സത്യം പറഞ്ഞെങ്കിൽ ചില സാധനങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, DQനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാറുണ്ടോ എന്നുള്ളൊരു സാധനം വരാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. പക്ഷെ എനിക്ക് പുള്ളിക്കാരനെ കൂടെ വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കമ്പാരിസൺ. പ്രൊഫഷണലി ആഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രൊഫഷണലി ആ കമ്പാരിസൺ എൻ്റെ ഒരു ഐഡന്റിറ്റി ഇല്ലാതാക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദുൽഖറിനോട് കാര്യം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദുൽഖർ എപ്പോഴെങ്കിലും റെസ്പോണ്ട് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പുള്ളീൻ്റെ അടുത്ത് അങ്ങനെ പറയാനുള്ള ഒരു സ്പേസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പുള്ളീൻ്റെ ബോഡി ഡ്യൂപ്പായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ പുള്ളീൻ്റെ പോർഷൻസ്, പുള്ളിയിട്ട കോസ്റ്റ്യൂംസ് ഒക്കെ, പുള്ളിയിട്ട കോസ്റ്റ്യൂം അല്ലെങ്കിൽ പുള്ളീൻ്റെ ആ ഒരു ബോഡി ഡ്യൂപ്പായിട്ടൊക്കെ 1-2 സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുൽഖർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട് നമ്മളെ കാണാൻ ഒരേപോലെ ഉണ്ട്? ഇല്ല, പക്ഷെ നോക്കി നിന്നിട്ടുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഏതാണ് എനിക്കൊരു വെല്ലുവിളിയാവും. അപ്പോ അങ്ങനെ നോക്കുന്നതും ഒന്ന് നോട്ടീസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പുള്ളിന്റെ കൂടെ നിന്നിട്ട് പിക്ചറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് സമയം, അത് ഷോർട്ടിന്റെ ഇടയിലായിരുന്നു. ആണോ? അപ്പൊ ഇതിന് പണിഷ്മെന്റ് ഇല്ല. 2 പ്രാവശ്യം ദുൽഖർ രക്ഷിച്ചു. ഓക്കെ, അടുത്തത്, നിങ്ങളുടെ കല്യാണ വാർത്തയ്ക്ക് താഴെ വന്ന അസഹനീയമായ ഒരു വിമർശനം. അവൾ ഇനി ചാക്കിലാവും, ഇനി അവൾ ചാക്കിൽ കേറും. സീരിയസ്ലി ഭയങ്കര ഇൻടോളറൻസ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഒന്ന്, ആ ടേം യൂസ് ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല. ഒരു ഡ്രസ്സും ആരുടെയും നെഗറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പൊ പർദ്ദ ഇടുന്നുണ്ടെങ്കിലും അത് നല്ല കാര്യമല്ലേ പറയണുള്ളൂ. ശരീരം നിങ്ങളെ തുറന്ന് കാണിച്ചിട്ട് അത് നിർബന്ധിച്ചിട്ടോ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു സംഭവം ഇഷ്ടമാണ്. ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ആദ്യം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ദുബൈയിലായപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, അവർക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും അവിടുത്തെ ഒരു പർദ്ദ സാധനങ്ങളും അതൊക്കെ, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞെങ്കിൽ ഞാൻ ഇത് മാറ്റാനുള്ള ഒരു സൂചനയായിട്ട് ആൾക്കാർ എടുക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഈ സംഭവം വന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ ആദ്യം സംസാരിക്കുന്ന സമയത്തും പുള്ളി ഈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടും ഈ അറബി കുട്ടികളുടെ മേക്കപ്പ് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്, കളർഫുൾ പർദാസ്, ഇതിനെക്കുറിച്ചൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണ്. ഞങ്ങൾ ഒന്നും ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ബേസിക് ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ ദുബൈലിൻ്റെ ലൈഫ് സ്റ്റൈൽ പറയുമ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഇനി പുള്ളിക്കാരത്തി അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടെങ്കിൽ അത് ഇവള് മാറി, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ മാറി, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല. ഇപ്പം പർദ്ദ ഇട്ടത് കൊണ്ട് മുസ്ലിം ആവില്ല, പർദ്ദ ഇടാത്തത് കൊണ്ട് മുസ്ലിം ആവില്ല. ഇപ്പൊ എന്ത് ചെയ്താലും അതിനൊരു ബേസിക് കാര്യം സംഭവമൊന്നുമില്ല. ഇപ്പൊ എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്, ഹിന്ദുസ് ആണ്. അവർ ദുബായിൽ പോയ സമയത്ത് വെറുതെ, ഇപ്പൊ നമ്മൾ കാശ്മീർ പോകുന്ന സമയത്ത് കാശ്മീർ ഡ്രസ്സ് നോക്കാറുണ്ട്, നമ്മൾ ഇടാറുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരെ ടൂറിസ്റ്റുകൾ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കാരണം കാശ്മീരി ആ ഒരു ലൈഫ് സ്റ്റൈല് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എൻ്റെ നാട്ടിൽ വന്നിട്ട് എൻ്റെ ഫാമിലി ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടെന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ ദുബൈയിൽ പോകുമ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടെന്ന് വെച്ചിട്ടോ, അത് അങ്ങനെ ഒരു ടോക്സിസിറ്റി വേയിൽ കാണേണ്ട ആവശ്യമില്ല ആക്ച്വലി. അത് അവിടെ പോയതുകൊണ്ട് ഒന്നിട്ട് കംപ്ലീറ്റ് ഞാൻ അവളുടെ അവൾ എൻ്റെ അടുത്തേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഒരു പ്രാവശ്യം ട്രൈ. ഞാൻ പറഞ്ഞു നീ ട്രൈ ചെയ്താലും പിക്കൊന്നും ഇല്ലല്ലോ മോളെ, ആൾക്കാർ അതിനെ അതെടുത്ത് പറയും. അപ്പൊ ഇവിടെ വെച്ചാൽ ആൾക്കാർ എന്ത് പറയാൻ? ഇപ്പൊ ഞാൻ ഇതിട്ട് ഞാൻ ഒരു ദിവസം കൊണ്ട്, ഇപ്പൊ ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ സാരിയൊക്കെ ഇട്ടിട്ട് ഞാനൊരു പൊട്ട് വെച്ചാൽ ഒരു ദിവസം ഞാൻ മുസ്ലിമും ഒരു ദിവസം ഞാൻ ഹിന്ദു ആണോ? ഞാൻ എന്റെ സീരിയലിൽ ലക്ഷ്മി ക്യാരക്ടറിൽ ഒരുപാട് പൊട്ട് വെച്ചിട്ടില്ല. ഞാൻ സാരിയും ഹാഫ് സാരിയാണ് യൂസ് ചെയ്ത കോസ്റ്റ്യൂമായിട്ട്. അപ്പം എൻ്റെ കല്യാണത്തിന് ഞാൻ സാരിയാണ് ഉടുത്തിരുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസ് വേണം എന്ന് ഒരു വിചാരിച്ചിട്ട് ഞാൻ പൊട്ട് തൊട്ടില്ല. അതിനും ഒരുപാട് ആൾക്കാർ കണ്ട് അവൾ പൊട്ട് തൊട്ടില്ല, അവൾ മതം മാറി. അവൾ ഇപ്പോഴേ പൊട്ട്, ഇവള് നോർമലി പുറത്ത് പോകുന്ന സമയത്ത് പൊട്ടിടാറില്ല, ആ ക്യാരക്ടറിനാണ് ഇടാറില്ല. പിന്നെ ഒക്കേഷണലി എന്തെങ്കിലും ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഇനോഗ്രേഷന് പോകുമ്പോൾ ഗസ്റ്റ് ആയിട്ട് ട്രഡീഷണൽ ഡ്രസ് ആണെങ്കിൽ അതിന് മാത്രമേ ഇടാറുള്ളൂ. നോർമൽ ഡ്രസ്സിലൊന്നും ഇപ്പോഴും അല്ലെങ്കിൽ നോർമൽ ഡ്രസ്സിലൊന്നും ഇടാറില്ല. അപ്പൊ കല്യാണത്തിനും അവളെന്തോ എനിക്കറിയില്ല ഇട്ടിട്ടില്ല. പക്ഷെ അത് ഇത്രയും നോട്ടഡ് ആവുന്നുള്ളതും പിന്നെ ഈ ഒരു കമന്റും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിന്നെ
പർദ്ദ ഇടൂ എന്നുള്ളതിന് ഇത്രയും ഇൻടോളറൻസ് വരേണ്ട സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. അത് ഇപ്പൊ നാളെ അവൾക്ക് പർദ്ദ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേണ്ടാന്നും ഞാൻ പറയില്ല, നിർബന്ധിക്കുമല്ലോ. അവളൊന്ന് ഇട്ടിട്ട് നോക്കിക്കോട്ടെ, അവളിന് ഇടാതിരുന്നോട്ടെ, രണ്ടും അവളുടെ ഇഷ്ടമാണ്. അത് ഇടാനും ഞാൻ നിർബന്ധിക്കില്ല. ഇപ്പൊ ഒരു ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ഞാൻ പറയില്ല. അപ്പം ഈ ഒരു ടേം യൂസ് ചെയ്തത് എനിക്ക് ഭയങ്കരത്തില് മോശമായിട്ടാണ് സംസാരിച്ചത്. ചാക്കിൽ കയറുന്നു പറഞ്ഞിട്ട് ഇവന്മാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാം അയച്ചിട്ട് നടക്കാനെന്നല്ലല്ലോ പറയുന്നത്, നല്ല കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് വേണമെങ്കിൽ അവള് ചെയ്യട്ടെ, വേണ്ടെങ്കിൽ അവള് ചെയ്യണം. അവള് ചെയ്താലും ദയവ് ചെയ്ത് നിങ്ങൾ അതിനെ കൺവേർട്ട് ആയതൊന്നും വിചാരിച്ചിട്ട് അലമ്പാക്കരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഇതിനകത്ത് പണിഷ്മെന്റ് ഇല്ല കേട്ടോ. അയ്യോ ഇല്ലേ, ഇല്ല. എന്ത് പറ്റി? എന്താ അത് കറക്റ്റ് അല്ലേ? ഏതോ ഒരുത്തൻ കാരണം നിങ്ങൾക്ക് പണിഷ്മെന്റ് ഒഴുകില്ലേ? ഓക്കെ, അടുത്തത് സൽമാന്റെ ക്യാരക്ടറിൽ ഉണ്ടാവണമെന്ന് മേഘ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച്. ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. ഡ്രസ് വലിച്ചിടുന്നത്, ട്രസ്റ്റിംഗ് പീപ്പിൾ ടു മച്ച്. ഡ്രസ് വലിച്ചിടുന്നത് അങ്ങനല്ല, ഞാൻ വന്നിട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്ത് ടേബിളിന്റെ മുകളിലൊക്കെ ഇട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് പോകും. അപ്പൊ ഇവളെന്ന് വെച്ചാൽ ഭയങ്കരത്തിൽ സെറ്റ് ചെയ്യുന്നതിന്റെ ആളാണ്. എല്ലാം പ്രോപ്പർ ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് വെക്കും. അപ്പൊ ഇവള് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമ്പോഴായിരിക്കും ഞാൻ പെട്ടെന്ന് പുറത്തോട്ട് വന്നിട്ട് ജിമ്മിൽ നിന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ എവിടെയെങ്കിലും വെക്കണത്. അപ്പൊ ഇവള് പറയും അങ്ങനെ വെക്കല്ല പാച്ചൊക്കാന്ന് പറയും. അപ്പം ഇവള് ഈ കല്യാണത്തിന്റെ മുമ്പേ തന്നെ എൻ്റെ ഫ്ലാറ്റ് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റ് കാണുമ്പോൾ എപ്പോഴും പറയും അങ്ങോട്ട് തിരിച്ച്. അപ്പം ഡൈനിങ് ടേബിളിൽ ഓരോ ചെയറിന്റെ മുകളിൽ ഓരോ ഡ്രസ്സ് ഉണ്ടാവും. കാരണം സിംഗിൾ ലൈഫ് അല്ല, ബാച്ചലർ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാലോ. പിന്നെ എനിക്ക് 2 bedroom ആണ്. അതിലൊന്ന് എന്റെ മാസ്റ്റർ ബെഡ്റൂം ഞാൻ ഉറങ്ങുന്നത്, മറ്റേതിൽ മൊത്തം. ഒന്നാമത് ഞങ്ങൾ ഈ സീരിയലിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ തന്നെയാണ് വാങ്ങുന്നത്. അപ്പൊ അതും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതും ഞാൻ എല്ലാത്തിനും ഞാൻ സെപ്പറേറ്റ് എനിക്ക് ഈ മിക്സ്ഡ് അപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് വേറെ, ഷൂട്ടിന് വേറെ, ജിമ്മിന് വേറെ, ഇപ്പൊ രാത്രി ഉറങ്ങുന്ന സെക്ഷൻ വേറെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ റാൻഡം ആയിട്ട് യൂസ്, അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് എല്ലാം ഞാൻ തിരിച്ച് ചിലപ്പോൾ എടുത്ത് വെക്കൂല. അപ്പോൾ ബെഡിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പിന്നെ പുതിയത് നമ്മൾ ഇടക്കിടക്ക് പുറത്ത് പോകുമ്പോൾ ഫ്രഷ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കുന്ന ഈ ബെഡിലായിരിക്കും, കാരണം ആ റൂമിൽ നിന്നാണ് ഞാനെല്ലാം സെറ്റ് ചെയ്ത് പോണേ. അപ്പൊ ഇവളെ എപ്പോൾ വിളിക്കുമ്പോഴും നോക്കുമ്പോഴേക്കും ഇതൊക്കെ കംപ്ലീറ്റ് ഫീൽഡ് ആയിരിക്കും. അങ്ങനെ ഇപ്പൊ ആദ്യം വന്നിട്ട് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചെങ്കിൽ വേണ്ടാത്ത ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് കംപ്ലീറ്റ് സ്പേസ്, സ്റ്റോറേജ് സ്പേസ് ഉണ്ടായി. അപ്പൊ എന്റെ അടുത്ത് പറയും അവിടെ ഇവിടെ ലിഡലില് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു തുണി അവിടെ കിടന്ന് അത് നേരെ ഡൊണേഷന് പോകും. ഓക്കെ, അപ്പൊ അതാണ് സൽമാൻ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ. ആഗ്രഹിക്കുന്നുണ്ടോ? യാ, തീർച്ചയായിട്ടും. എനിക്ക് പിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഓക്കെ, ഈ ട്രസ്റ്റിംഗ് പീപ്പിൾ, അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം? അത് എല്ലാരും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും. എല്ലാരും എന്താണ് നല്ല ആളാന്ന് പെട്ടെന്ന് വിചാരിച്ച ലാസ്റ്റ് ആ ഒരാള് പച്ചുവിനെ ഹേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ടാവും. പല ഹേർട്ടിങ് പ്രോസസ്സിൽ പോകണ്ട എന്ന് എനിക്കൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും ഓവർ മിങ്കിൾ ആവരുത് എന്ന്. എന്നാൽ നമ്മള് ആയും പോവും, ലാസ്റ്റ് ഒരു പണിയും കിട്ടും. ഇത് റിപ്പീറ്റഡ് ആണ്, എത്ര കിട്ടിയാലും പഠിക്കൂല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെ ഇവള് പറയും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ലൈക്ക് സി ആ ആള് എനിക്ക് ശരിയില്ല പച്ചു, നീ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറയും. എന്താ ഞാൻ പറയില്ല നിർത്ത് എന്നൊന്നും പറയില്ല, ശ്രദ്ധിച്ചോ എന്ന് പറയും. പിന്നെ ലാസ്റ്റ് പണി കിട്ടുമ്പോ പിന്നെ പറയും ആ ശരിയാണ്. അങ്ങനെ മേഘ പറഞ്ഞ ആരെങ്കിലും കയ്യിൽ നിന്ന് പണി കിട്ടിയിട്ടുണ്ടോ? ഓ യാ. ഓക്കെ, അപ്പൊ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതൊന്നും അറിഞ്ഞോണ്ട് ചെയ്യണല്ല, നമ്മള് നല്ല മനസ്സ്, കുഞ്ഞു മനസ്സിൽ ഒരാള് നമ്മളോട് മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മള് വിശ്വസിക്കണോ വേണ്ട ഇങ്ങനെ സെക്കൻഡ് തോട്ട് എടുക്കൂല. നമ്മൾ അറിയാണ്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെ പോകും. ചിലപ്പോൾ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് നമ്മൾ ഭയങ്കര ക്ലോസ് ആവും, ഭയങ്കര വിശ്വസിച്ചിരിക്കും. ലാസ്റ്റ് എന്തെങ്കിലും ഒരു പണി കിട്ടും. അപ്പോൾ ചില റിഗ്രറ്റ്സ് വരും. പക്ഷെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അടുത്ത ആള് പറയുമ്പോ ഇതങ്ങനെ ആയിരിക്കൂല എന്ന് തോന്നും, പക്ഷെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് മാറ്റാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ രണ്ടുപേർക്ക് മനസ്സിലായില്ലേ? അപ്പൊ മേഘയില് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചില സമയത്ത് ഭയങ്കര മറവിയാണ്. മറവി എന്ന് വെച്ചാല് ഇന്ന് രാവിലെ കുളിക്കാൻ വേണ്ടി ഇട്ട ഹീറ്റർ കോളേജിൽ പോയിട്ട് വന്നിട്ട് ഈവനിങ് ആണ് ഓഫ് ചെയ്തത്. ഈ പറയുന്ന ആള് വീട്ടിലുണ്ടായിരുന്നു? ഇല്ല, ഞാൻ രാവിലെ പോയിട്ട് വന്നു. ഞാൻ ആ റൂമിൽ പിന്നെ കേട്ടിട്ടില്ല, സോഫയിൽ മാത്രമേ കിടന്നിട്ടുള്ളൂ. ഇങ്ങനെ കുഞ്ഞു ചെറിയ ചെറിയ സാധനങ്ങള്. പിന്നെ
ആ ഈ ചെറിയൊരു ഇത് ഇത്ര രീതിയിലല്ലെങ്കിലും കുളിച്ചിട്ട് വെട്ടവല് ബെഡിലിടുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ആ അപ്പൊ ഞാനത് എപ്പോഴും പറയും യൂസ് ചെയ്തിട്ട് പോണം. അപ്പൊ ഇവള് ആ ഒരു തിരക്കില് ചെയ്യുന്നതാണ്. എന്നാലും അതൊന്നും You know so many duties and responsibilities എനിക്കിതൊന്നും care റെസ്പോൺസിബിൾ വൈഫ്. ബീങ് വൈഫ്. Yeah. ഓക്കെ ബേബി. ഓക്കെ അപ്പം നമ്മുടെ ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. പക്ഷെ പണിഷ്മെന്റ് ഉണ്ട് ഇതില്. Don't worry, ഇതില് ഒരു punishment പേപ്പർ എടുത്ത് കൂടി എത്തിച്ചല്ലോ. ഉണ്ടായിരുന്നു. ഇല്ല അത് കുഴപ്പമില്ല. ഇതിനകത്ത് പണിഷ്മെന്റ് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് പാട്ടായി ഒക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മളൊരു റൊമാൻറ്റിക് ഡാൻസ് കളിക്കണം. അയ്യോ ചെറിയ സിമ്പിൾ സ്റ്റെപ്സ്, രണ്ട് ഇങ്ങനത്തെ ഇതും കറക്കല്, അടിപൊളിയല്ലേ? നല്ല അടിപൊളി ഡാൻസ് എടുത്ത് ക്ഷീണിച്ചോ? Yes. എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് കളിച്ച ഒരു എക്സ്പീരിയൻസ്? സോ ഗുഡ്. ഒരു ബൂസ്റ്റില് ബോൺവിറ്റ കലക്കി ഒരു ഹോർലിക്സ് എടുത്താലോ? അടിപൊളി കാര്യമുണ്ട്, മറന്നുപോയി. തരാനാണോ അല്ല ഇതത് നീ തന്നേ. തിരിച്ചു വാങ്ങാനാണോ? ഇല്ല ഇതൊക്കെ ഉണ്ട്. ഇത് ഞാനൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാ. ഇത് ഈ സാധനത്തിന്റെ വില എന്താണെന്നറിയോ ഇതിന്? ഈ സാധനത്തിന് അത് ഇവിടെ നിങ്ങൾ അടിച്ചു മാറ്റിയോ? അടിച്ചു മാറ്റിയതൊന്നുമല്ല. ഇത് ഞാൻ പ്രത്യേകം ഈ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയ സാധനം. ഈ ഹോട്ടലിന്റെ പേരല്ല അത്. പരസ്യമായിട്ട് ഇങ്ങനെ ഒന്നും പറയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആൾക്കാരെ പെട്ടെന്ന് വിശ്വസിച്ചു പോകുന്നു. അതാണ് എന്റെ പ്രശ്നം. ഇവള് പറയും കാണാൻ ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും തരികിടി ആയിരിക്കും. ഞാൻ കേൾക്കണായിരിക്കടി. കാണാൻ ഭംഗിയില്ലാത്ത ആളും തരികിടി ഉണ്ട്. നിന്നാ മനസ്സിലായത്? ഈ ചങ്ങായി ഇല്ല, ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കും. ഓക്കെ, ഇത് എന്റെ ഒരു സിഗ്നേച്ചർ ആണ്. നിങ്ങൾ രണ്ടുപേരും സൂക്ഷിച്ച് വെക്കണേ. എന്താ മുഖത്തൊരു വൃത്തികെട്ട എക്സ്പ്രഷൻ? ഇത്രയും വൃത്തിയായിട്ട് സിഗ്നേച്ചർ കണ്ടില്ല. ഇതെന്താ? എന്റെ ഹാൻഡ് റൈറ്റിംഗ് പണ്ടേ മോശമായിട്ടോ. ഏതോ ആരുടെ എന്തോ സിഗ്നേച്ചർ നിനക്ക് വേണോ? അല്ല എടുത്തു വെച്ചോ ബാങ്ക് അക്കൗണ്ടിൽ ചെക്കില്. ട്രോളുമാണ് നിങ്ങൾ. ഇവർക്ക് ശക്തമായി ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം. ഓക്കെ ഓക്കെ, ഇതിപ്പോ എന്താ സംഭവം? ആക്രിക്കൊക്കെ നല്ല വില ആയതുകൊണ്ട് നിങ്ങൾ എടുത്ത് എടാ ഒരു പേപ്പറിന് നല്ല വില ഉണ്ട്, നമുക്ക് വിൽക്കാം ഇത്. കുട്ടിക്ക് എത്ര വയസ്സായിരുന്നു? പക്ഷെ കാര്യം തിരിച്ചറിയാനുള്ള വയസ്സൊക്കെ ആയി. അതാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ എന്റെ സ്മരണയ്ക്കായിട്ട് എടുത്തു വെക്കണം. പറയണം ഒരു ചേച്ചി, ഒരു അടിപൊളി ചേച്ചി തന്ന സിഗ്നേച്ചർ ആണ്. അങ്ങനെ ആർക്കും കൊടുക്കാറൊന്നുമില്ല, പിന്നെ നിങ്ങൾക്കായിട്ട് തന്നതാന്നൊക്കെ പറഞ്ഞാൽ മതി. ശരി. ഇനിയിപ്പോ ഇത് എവിടെയാ കളയണ്ടേ?